സത്യത്തിൽ ഇദ്ദേഹം വിളിക്കുമ്പോൾ ഇന്ന് സ്റ്റേഡിയം സന്ദർശിക്കാൻ കുറച്ച് നേരം കളി കാണാം, അത് കഴിഞ്ഞിട്ട് പോകാൻ കണക്കാക്കിയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ജേഴ്സി വന്നു, പിന്നെ ഇങ്ങനെ ആളുകളൊക്കെ ആരോ ആവേശമൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ടീമൊക്കെ പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇട്ടു. പിന്നെ ആദ്യ പകുതി കഴിഞ്ഞ് കളി നേരെ തിരിഞ്ഞു, കളി വലിയ ബലാബലത്തിലേക്ക് പോയി. അപ്പോൾ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇതുവരെ ടീം ഏതെന്ന് പറയാതിരുന്നിട്ട് ഇന്ന് ടീം ഏതെന്ന് പറഞ്ഞ് ആ കളി എങ്ങനെ അർജൻറ്റീന പരാജയപ്പെട്ടാൽ വലിയ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടും. നിങ്ങൾ ഉൾപ്പെടെ ട്രോൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവസാന അരമണിക്കൂറിലേക്ക് വന്നപ്പോൾ കളി ജയിച്ചപ്പോൾ ഒരു സന്തോഷം. പക്ഷേ സ്വിറ്റ്സർലൻഡിൻ്റെ കളി വളരെ മനോഹരമായിരുന്നു, പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. എനിക്ക് തോന്നുന്നു പന്ത് കൂടുതൽ സമയം അവരുടെ കയ്യിൽ തന്നെയായിരുന്നു, അവരുടെ കയ്യിലായിരുന്നു എന്നുള്ളത്. കളിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നിയില്ലേ? കളിച്ചിട്ടില്ല എന്നുള്ള പരാതി പ്രതാപേട്ടനുണ്ട്, പുള്ളി ഇന്ന് ശകാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സിക്ക് എന്തോ മിസ്സിംഗ് സംഭവിച്ചു എന്നുള്ളതാണ് പുള്ളിയുടെ കണ്ടെത്തൽ. ഈ മന്ത്രിസഭയിലെ ഈ അർജന്റീനയെ പിന്തുണയ്ക്കുന്ന എത്ര മന്ത്രിമാരുണ്ട്, വല്ല കണക്കുണ്ട്? സത്യത്തിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇനി ഞാനിത് ഏത് ടീമെന്ന് പറയാത്തതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ടീം ചോദിക്കാറുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും പറയാമല്ലോ. മുഖ്യമന്ത്രിയുടെ ടീം ഏതാ? അദ്ദേഹത്തിന്റെ ടീം ബ്രസീലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞ വേൾഡ് കപ്പിന് അദ്ദേഹം ബ്രസീലിന് വേണ്ടി പറഞ്ഞു. ഇത്തവണ അദ്ദേഹം ടീമിനെ പറ്റി, അതായത് അദ്ദേഹം ആ മന്ത്രിസഭയുടെ ഒരു അംഗമാണ്. ഒരു മുഖ്യമന്ത്രിനെ അങ്ങനെ തള്ളി പറയാൻ പാടില്ലല്ലോ. ഞാനും പറയില്ല, എൻ്റെ മുഖ്യമന്ത്രിയാ, എൻ്റെ സ്വന്തം ആളാ, ഞങ്ങളുടെ ഹരിത ടീമിന്റെ നായകനാ. ഞങ്ങളുടെ ഗ്രീൻ ടീമിന്റെ നായകൻ കൂടിയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി തോൽക്കാൻ പാടില്ല, തള്ളി പറയില്ല. പക്ഷെ മുഖ്യമന്ത്രി ടീം ബ്രസീൽ തോറ്റുപോയി. കൂടോത്രം ചെയ്തിട്ടാണോ ഇത്തവണ? അല്ല, ഒരു ലാറ്റിൻ അമേരിക്ക ചാവി ഫുട്ബോളിൽ ഇത്തവണ ഉണ്ടായിരുന്നു. കാരണം ലാറ്റിൻ അമേരിക്കൻ ടീമുകളൊക്കെ പ്രധാനപ്പെട്ട ടീമുകളെല്ലാം പുറത്തുപോയി. അപ്പോൾ ഇന്ന് അർജന്റീനയും കൂടി പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ടീമുകളെല്ലാം പുറത്തു പോകുന്ന സാധ്യത. സത്യത്തിൽ ഈ ഭാഗ്യം പോക്കറ്റിലോട്ട് കൊണ്ട് നടക്കുന്ന ആളുകളാണ് അർജന്റീനക്കാർ. സംശയമുണ്ട്, കഴിഞ്ഞ 3 കളികളും അവസാനം വരെ ടെൻഷൻ, അവസാനം ജയിക്കുക, ഇതൊരു ഭാഗ്യ കളിയായി മാറുന്നുണ്ടോ? ഫുട്ബോളിൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അവസാന നിമിഷം കളി മാറും. 90ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ വീണാൽ കളിയുടെ ഗതി തന്നെ മാറും. അപ്പോൾ 89 മിനിറ്റ് കളിച്ച ടീം ഒരു പക്ഷേ പരാജയപ്പെടും. അപ്പോൾ അത് ഭാഗ്യത്തിൻ്റെതല്ല, അത് ഫുട്ബോളിൻ്റെ ഒരു അനിശ്ചയാവസ്ഥയാണ്, ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് ഫുട്ബോളിനെ സംബന്ധിച്ച്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ കാഴ്ച. ഇത്തവണത്തെ രാഷ്ട്രീയ ഫുട്ബോളിൽ നേരിയ ഇതുപോലെ തന്നെ അവസാന നിമിഷത്തിലൊരു പരാജയം. അവസാന നിമിഷം പരാജയം ഞങ്ങൾ ജയിക്കുകയല്ലേ ചെയ്തത് അർജന്റീന. അതല്ല പറഞ്ഞ രാഷ്ട്രീയ കളി കാര്യം. രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും പിന്നെ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അടുത്തവണ ജയിച്ചു അല്ല, അത് ഉറപ്പ്, 100% ഉറപ്പ്. ഓരോ പരാജയവും നമുക്ക് കൂടുതൽ വിജയത്തിന് വേണ്ടി ഊർജ്ജം കിട്ടും. എനിക്കൊക്കെ കിട്ടിക്കുന്നത് 126ൻ്റെ ഊർജ്ജം ചെറുതല്ല. ആ 126 ആ 126ൻ്റെ ഊർജ്ജവുമായാണ് സ്പോർട്സിലായാലും പൊളിറ്റിക്സിലായാലും നമ്മളൊക്കെ നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ അർജന്റീന ഇത്തവണ കഴിഞ്ഞ തവണത്തെ ഖത്തർ ആവർത്തിക്കുകയാണ്. ഖത്തർ ആവർത്തിക്കട്ടെ, ഫ്രാൻസും അർജന്റീനയും തമ്മിലൊരു ഫൈനൽ സംഭവിക്കട്ടെ. അതുണ്ടാകുന്നതാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഒരു വർഷം ഉണ്ടാകുന്നത്. വളരെ അതാണ് അതിൻ്റെ വളരെ മനോഹരമായ കളി നടക്കട്ടെ, വലിയ മത്സരം നടക്കട്ടെ. ജയം ആരുടേതെന്നുള്ളത് ഏറ്റവും നല്ല ടീം വിജയിക്കട്ടെ, ഏറ്റവും നല്ല ടീം വിജയിക്കട്ടെ. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ പറയുന്നത് ഏറ്റവും നല്ല ടീം. ഏകപക്ഷീയമായ ആരാധനയും അന്ധമായ ആരാധനയല്ല, ഫുട്ബോളിനോടുള്ള ഇഷ്ടമാണ്.